സാധാരണ നമ്മളെ ലഞ്ചിന് ചോറൊക്കെയല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോൺസൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ട് ഒരു കൊഞ്ച് ബിരിയാണി തന്നെ തയ്യാറാക്കി കൊടുത്താലോ? വളരെ പെട്ടെന്ന് നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റും. ഒരു സമയം വളരെ ഈസിയാണ് കുക്കറുണ്ടെങ്കിൽ. ഈ കുക്കറിൽ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒന്ന് ചേർത്ത് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചു. അരി ഒന്ന് കുതിർക്കുമ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിപ്പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് അത് അത്യാവശ്യം എല്ലാവരും ചെയ്യണം. അത് കുതിർത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിത് കുക്കറിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സവാളയും ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി വളരെ കുറച്ച് മതിയാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തതാണേ. അത് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അത്രയേ ഉള്ളൂ. അപ്പം അതും എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിൽ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കൊഞ്ച് ബിരിയാണിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നെയ്യ് കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പക്ഷേ ലാസ്റ്റാണ് നെയ്യ് ഒഴിച്ചത്. പക്ഷേ ഇപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊട്ടി വന്നു. ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിടാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് ചുവന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്തായിരുന്നു. ചുവന്ന ഉള്ളി എന്തായാലും ചേർക്കണം കേട്ടോ. അതൊരു പ്രത്യേക രുചിയാണ്. അതൊന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഉപ്പും ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി ഇത്രയാണ് കേട്ടോ ഇട്ടത്. മീറ്റ് മസാലയ്ക്ക് പകരം മല്ലിപ്പൊടി ഇട്ടാലും മതിയാകും. ഇതും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലോട്ട് നമുക്ക് കൊഞ്ചിടാവുന്നതാണ്. കൊഞ്ചും ഇട്ട് അതിനുശേഷം തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാജീരകവും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. സാജീരകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ബിരിയാണിക്ക് ഇടുന്ന ഒരു ജീരകമാണ് കേട്ടോ. നല്ല മണമാണ് അത് ഇട്ട് കഴിഞ്ഞാൽ റൈസിന്. അപ്പം അതും കൂടെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിട്ടതിന് ശേഷം ഞാൻ ഊറ്റിയെടുത്ത അരി ഇട്ടു. അരി ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തത്. ആ ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്തത്. ഈ ഗ്ലാസ്സിനാണ് ഞാൻ 1 ഗ്ലാസ് അരി എടുത്തത്. അതിൻ്റെ 1.25 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. ഉപ്പെല്ലാം നോക്കി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് പാലും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടു. ഇത് രണ്ടും ഇടുമ്പം റൈസിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണി വയ്ക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് പാലൊഴിക്കുന്നത്. കുറച്ച് ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് അതും ഒഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ പുതിന ഇലയും ഇത് മല്ലി ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണേ. ഞാൻ ചേർത്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് കുക്കറിൽ അടച്ച് വെച്ചിട്ട് ഞാൻ 2 വിസിലിനാണ് കേട്ടോ ഓഫ് ചെയ്തത്. ഓരോ അരി അനുസരിച്ചിരിക്കും. മിക്കവാറും 2, 3 ആയി പോകരുത്. വെള്ളവും അതിൽ 1.25 കൂടരുത് കേട്ടോ. 1.5 ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം അത് നോക്കിയപ്പോൾ നല്ല ആവശ്യത്തിന് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടെ അരിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തു. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ ഒന്ന്.